നമസ്കാരം, ഞാൻ ആദിത്യ ബിജു, കൊല്ലത്താണ് വീട്. ഇതെൻ്റെ യോഗ സെൻ്ററാണ്. ഇത് ശാരദോല്ലാസിനി വായനശാല, തട്ടാമലയിലാണ് ഇത് സ്ഥലം. ഇപ്പോൾ ചെറുപ്പം മുതലേ ഒരു യോഗ ട്രെയിനറാക്കേണ്ടി വന്നു. ഏകദേശം എത്ര ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഈ യോഗയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ യോഗ പഠിച്ചു തുടങ്ങിയത് എൻ്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10 വർഷത്തോളം ആയിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. യോഗയുണ്ട്, കരാട്ടെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാണ്. ഇപ്പം ഒരു 5 വർഷമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, യോഗ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണപ്പെട്ട ആൾക്ക് യോഗ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം നമുക്കറിയാം സാധാരണപ്പെട്ട ഒരു രീതിയിലുള്ള യോഗയാണ്. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന വ്യത്യസ്തമായിട്ട് കാണാം, യോഗ ഡാൻസ് ആണ് ചെയ്യുന്നത്. ഈ ഒരു കലയിലോട്ട് വരാനുള്ള കാരണം എന്താണ്? നമുക്ക് യോഗ മത്സരത്തിനകത്ത് ഫ്രീ ഫ്ലോ യോഗ ഡാൻസ് പറയുന്ന ഒരു ഈവൻറ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഈവൻറ്റിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അത് സ്പോർട്സ് യോഗയായിട്ട് മ്യൂസിക് ഇട്ട് ലിങ്ക് ചെയ്താണ് നമ്മൾ സ്പോർട്സ് യോഗ ഡാൻസ് ആക്കുന്നത്. ഇത് കോമ്പറ്റീഷൻ ആയിട്ടോ ഫ്രീ ഫ്ലോ യോഗ ഡാൻസ്. നിരവധി കോമ്പറ്റീഷനുകളിൽ പോയിട്ടുണ്ട്. അതിലിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ സ്കൂൾ ഗെയിംസിൽ എൻ്റെ 3 സ്റ്റുഡൻസിന് സ്റ്റേറ്റിൽ ഗോൾഡ് ആയിരുന്നു. പിന്നെ നാഷണൽ യോഗ ഒളിമ്പ്യാഡിൽ ഡൽഹിയിൽ വെച്ച് നടന്നതിൽ ഗോൾഡ് ആയിരുന്നു. നമുക്ക് 4 വയസ്സ് മുതലുള്ളവർ പഠിക്കുന്നുണ്ട്. യോഗ ഡാൻസ് നമ്മളൊരു 8 വയസ്സ് തൊട്ടുള്ള പിള്ളേർക്കാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപകടം ആണോ എന്ന് ചോദിച്ചാലാണ്, തീർച്ചയായിട്ടും ആണ്. നമ്മൾ ഭയങ്കര റിസ്ക് എടുത്താണ് ഇത് ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് മാക്സിമം നമ്മൾ അപകടം പറ്റാത്ത രീതിയിലാണ് എല്ലാവർക്കും കൊറിയോഗ്രാഫി ചെയ്ത് കൊടുത്തേക്കുന്നത്. നമ്മൾ ഫ്ലവേഴ്സിലും ഈ കോമഡി ഉത്സവത്തിലും ഈ സെയിം യോഗ ഡാൻസ് ആയിരുന്നു ചെയ്തത്. സാധാരണ ഒരാൾ യോഗ പരിശീലിക്കാനായിട്ട് വരുന്നത്, അപ്പോൾ നിങ്ങൾ ഇൻസ്ട്രക്ടറാണ്, അപ്പോൾ ഇത്രയും വർഷമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ അയാളോട് ഏത് തിരഞ്ഞെടുക്കാൻ പറയും? യോഗ ട്രഡീഷണൽ തിരഞ്ഞെടുക്കാൻ പറയും, സ്പോർട്സ് തിരഞ്ഞെടുക്കാൻ പറയും? അങ്ങനെ പറയുന്നതിനകത്ത് ഞാൻ കുറേ ഘടകങ്ങൾ നോക്കിയിട്ട് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കും. എന്നിട്ട് അവർക്ക് പ്രിഫർ ചെയ്യും ഏത് ആണ് അവർക്ക് ബെസ്റ്റ്. ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു അത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ആദ്യം കയറിയപ്പോൾ നല്ല പേടി തോന്നിയെങ്കിലും ഞങ്ങൾ വളരെ നല്ല രീതിയിലാണ് ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അവിടെ നല്ല മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ സെലിബ്രിറ്റീസിനെ കണ്ടു, അവരായിട്ട് സംസാരിച്ചു, അവരായിട്ട് ഫോട്ടോ എടുത്തു. എല്ലാം നല്ലതായിരുന്നു. പിന്നെ ആ സ്ക്രീനും അതൊക്കെ കണ്ട് ആദ്യം കുറച്ച് പേര് പേടിച്ചെങ്കിലും പിന്നെ എല്ലാവരും കൂളായിട്ട് ചെയ്തു. കിട്ടിയിട്ടുണ്ട്. അതെ. കാരണം ഇച്ചിരി ഡേഞ്ചർ ഡാൻസ് ആണല്ലോ, നിങ്ങളിപ്പോ സാധാരണ ഡാൻസ് പോലല്ലോ. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ഡാൻസ് കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ ഈ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സപ്പോർട്ടാണോ അതോ ഭയങ്കര കർശന ഡാൻസർ ടീച്ചറാണോ? സപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് ചേച്ചി സപ്പോർട്ട് ചെയ്യും, പിന്നെ ദേഷ്യപ്പെടേണ്ടവർക്ക് ദേഷ്യപ്പെടൂലേ? ഇപ്പൊ മോളൊക്കെ നിങ്ങളൊക്കെ ഏകദേശം എത്ര ദിവസം മുതൽ പഠിച്ചെടുക്കുന്നില്ല? അത് 1 month എടുക്കുമല്ലേ? ക്ഷമ അത്യാവശ്യമാണല്ലേ? വേണം. ഇപ്പൊ ഈ പുതിയ കുട്ടികളൊക്കെ വരുമ്പോ തന്നെ നിങ്ങൾ ഈ ഡാൻസ് കാണുമ്പോൾ ഭയങ്കര ആവേശത്തോട്ട് കീഴി വരും. കാരണം ഇതിപ്പം സ്റ്റേജിലെ കാണുന്ന സമയത്ത് സിമ്പിൾ ആണെന്ന് പറഞ്ഞു വരും. സിമ്പിൾ ആണോ സത്യം ഈ ഒരു ഡാൻസ്? യോഗ ഡാൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്? അല്ല, പുറത്തുനിന്ന് കാണുമ്പോൾ സിമ്പിളാന്ന് തോന്നും, പക്ഷെ അകത്ത് നിന്നല്ലേ മനസ്സിലാകത്തുള്ളൂ സിമ്പിളാണ്. അപകടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടോ ട്രെയിൻ ചെയ്യുന്ന സമയത്ത്? അപകടം പറ്റിയതാണ്. കാലിന്റെ ലിഗമെന്റ് അതിന്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഡേറ്റ് കിട്ടിയതിന്റെ തലേ ദിവസമായിരുന്നു ഇങ്ങനെ പറ്റിയത്. പിന്നെ ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ വേറൊരു ദിവസം പോയത്. ഇനി നിങ്ങളുടെ ഇപ്പം ഇതിനകത്ത് കോമ്പറ്റീഷൻ ആണെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ നിങ്ങള് ഫ്ലവേഴ്സിനാണ് കാണിച്ച ഈ ഡാൻസ് അല്ല, നിങ്ങൾ ഇതിലും കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഡാൻസ് ആണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ആരെങ്കിലും നേരത്തെ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ഡേഞ്ചർ, ഇതിന്റെ ഒരുപാട് ഡേഞ്ചർ ഡാൻസ് ഉണ്ട്. ഇതിനകത്ത് ഫയർ സാധനങ്ങളൊക്കെ ഇല്ലല്ലോ, അല്ലാതെ തന്നെ ഇതിന്റെ കുറെ അഭ്യാസങ്ങളല്ലേ വരുന്നത്. ഇതിന്റെ മേളിലോട്ടുള്ള അഭ്യാസങ്ങളാണോ നിങ്ങൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
അതെ 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 അതേ ആണെന്ന് പറയാൻ കുറച്ച് പാരഗ്രാഫ് ഒക്കെ പറയാം.